നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ എന്തൊരു ചൂടാണ് ഇവിടെ. ഇപ്പൊ കാറ്റ് പോലും വരുന്നില്ലല്ലോ. പുറത്തേക്ക് പോകാൻ പറ്റില്ല, വല്ലാത്ത വെയിലാ. അടിച്ചു പൊളിച്ചു തിമിർത്തു, ഞാൻ വല്ലാതെ ഫ്രഷായി. സംശയമുണ്ടോ? ഇത്രയും ചൂടത്ത് നീ ഫ്രഷ് ആയെന്നോ? ചൂടിൽ നിൽക്കുന്നത് നീയാണല്ലോ. അപ്പൊ നീ എന്താ ഇത്ര നേരം ഫ്രിഡ്ജിനകത്താണോ ഇരുന്നത്? അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ നല്ല തണുത്ത കാറ്റ് കൊണ്ടാണ് വരുന്നത്. സംശയമുണ്ടോ? ഇവൻ നമ്മളെ മണ്ടനാക്കുക. പുറത്ത് നല്ല വെയിലാണ്, അപ്പൊ തണുത്ത കാറ്റ് വിടുന്ന. മുകളിൽ ആകാശത്തിൽ നല്ല തണുപ്പാണ് അവിടെ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആകാശത്തിലേക്ക് പോകുന്നു. കൊച്ചളിയാ, എനിക്ക് ഒന്ന് പറക്കണം. കഴുതേ, പൂച്ചയ്ക്ക് പറക്കാൻ കഴിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും പറക്കായിരുന്നു. തണുത്ത കാറ്റും കൊള്ളായിരുന്നു. കൊച്ചളിയാ, എനിക്ക് വല്ലാതെ ചൊറിയുന്നു. ചൂടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ചൂടോണ്ടല്ല, എനിക്ക് ഒന്ന് ചൊറിഞ്ഞു തരോ പ്ലീസ്? ഖന്ന സാറിന്റെ വീട്ടിലേക്ക് പോയി ഗുളിക വാങ്ങി കഴിക്ക്. ശരി. കിറ്റി, എന്റെ ഈ ചൊറിച്ചില് മാറാനുള്ള ഗുളിക ഒന്ന് എടുത്തു തരാവോ? ശരി, ആ ഷെൽഫിലുണ്ട്, നീ എടുത്തോ. ചെല്ല്. രണ്ടെണ്ണം ഞാൻ കഴിച്ചു. എന്തായാലും ഇനി നാളെയും ചൊറിച്ചിലുണ്ടാവില്ല. താങ്ക്സ് കിറ്റി. വെൽക്കം. ഇനിയിപ്പോ എന്താണ്? ഒന്നുമില്ല, നീ വെൽക്കം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നു. കഴുത, നീ പറഞ്ഞ താങ്ക്സിന് ഞാൻ വെൽക്കം പറഞ്ഞതാണ്. ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് പുസ്തകം വായിക്കണം. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? അടിപൊളി, ഞാനിതാ പറക്കുകയാണ്. ബണ്ണി, സോർദാരേ, അണി. ഇവൻ പറക്കുകയാണോ അത് നമ്മൾ സ്വപ്നം കാണുകയാണോ? അവനാണ് മണ്ടൻ, നീയല്ല. ഒരേ സമയത്ത് രണ്ടുപേരും ഒരു സ്വപ്നം കാണുന്നത് എങ്ങനെയാ? ഹണി, നീ താഴേക്ക് വാ, അല്ലെങ്കിൽ വലിയ അപകടമാകും. ഇല്ല, നല്ല രസം തോന്നുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോ സിറ്റി കാണാൻ നല്ല രസമുണ്ട്. കൂടാതെ മുകളിൽ ചൂടുമില്ല. പോപ്പട്ട് പറഞ്ഞത് ശരിയാണ്. എടാ പോപ്പട്ടെ. എടാ, നീ പറക്കുകയാണല്ലോ. സംശയമുണ്ടോ? അതെ, ഞാൻ കന്നാ സാറിന്റെ വീട്ടിൽ പോയി ഗുളിക കഴിച്ചപ്പോ എനിക്ക് പറക്കാൻ കഴിഞ്ഞു. നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇവിടെ മുകളിൽ നല്ല തണുപ്പുണ്ട്. വാ, നമുക്ക് പറന്ന് കളിക്കാം. കളിക്കാം. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. ചൂടത്തെ ഗ്രീൻ തണുപ്പ് നൽകും. നീ പേടിക്കണ്ട പാപ്പട്ട്, ഞാനിതാ എത്തിപ്പോയി.
ഇതിനേക്കാളും ബാഡ് ലക്ക് വേറെന്താണുള്ളത്? പൂച്ചകൾ ഞങ്ങളെ പറന്നാക്രമിക്കുന്നു. വൗ, അയ്യോ. താങ്ക് യു ഹണി, നീ എന്നെ രക്ഷപ്പെടുത്തി. എന്റെ കുട്ടികളെ, ദേവ്, ആനന്ദ്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഞങ്ങൾ റെഡിയാണ്. ദേവ്, നമ്മളല്ല, മിസൈലാണ് റെഡിയാവേണ്ടത്. അതും റെഡി തന്നെയാണ്. ഈ മിസൈലിന്റെ വിക്ഷേപണം സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ അത് അഭിമാനമാണ്. പിന്നെ ലോകം മുഴുവനും നമ്മുടെ രാജ്യത്തെ കണ്ട് പേടിക്കും. യെസ് സാർ. എല്ലാം പോയി. ഓക്കെ, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഹണി, ബണ്ണി, ജോർദാനെ. എന്ത് പറ്റി? ആ മിസൈലിൽ ഹണിയുണ്ട്. എന്ത്? ഈ കഴുത ഇത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്? ഓ, എന്താ ഇത്? ഇവൻ എന്തിനാ ഈ മിസൈലിന്റെ പുറത്ത് ഇങ്ങനെ കേറിയിരിക്കുന്നത്? സാർ, ഈ മിസൈൽ എങ്ങാനും താഴെ വീണാ? ടെൻഷൻ അടിക്കണ്ട സാർ, മിസൈൽ തിരിച്ചു വരികയാണ്. എല്ലാം പോയി. ഇത് അതിനേക്കാളും വലിയ ടെൻഷൻ ആണല്ലോ. ഇവിടെ കാണാൻ വീണ ആ മിസൈൽ പൊട്ടുകയാണെങ്കിൽ നമ്മുടെ പണി തീരും. വൗ, ഇവൻ മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഇതെന്തായാലും ഒട്ടും ശരിയുള്ള കാര്യമല്ല. എന്റെ പണി ഇന്നത്തോടെ തീരും. വൗ, വൗ, ഓ മൈ ഗോഡ്, വൗ, വൗ. അവൻ അതാ പോകുന്നു, വേഗം വാ. ഞാൻ അവനെ സഹായിക്കാം. സംശയമുണ്ടോ? സന്തോഷം. ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. നമ്മളിവിടെ ബന്ധം പുതുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. അങ്ങനെ പറയരുത്. ഇതെന്റെ മകളുടെ ജീവിത പ്രശ്നമാണ്. ഡോൺ, അങ്ങ് പെൺകുട്ടിയുടെ പിതാവ് അല്ല. പിന്നെ ആരുടെ പിതാവാണ്? ഡോൺ ആണ്. ഇവിടെ ഒരു ബിസിനസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനിവിടെ ഹീറോയുടെ ഡീലിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹീറോയുടെ ഡീലിന് വേണ്ടി ഇയാൾ എന്തിനാ വന്നിരിക്കുന്നത്? ഇയാൾ അങ്ങുമായിട്ട് ഡീലിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരി, എന്നാ നമുക്ക് ഡീൽ ഫൈനൽ ചെയ്യാം. ഡീൽ ഫൈനലായി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നത് തന്നെ. ഇവരോടൊപ്പം ചേർന്നത് എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതുപോലത്തെ മണ്ടന്മാരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ പൂച്ച കാരണമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ പോകേണ്ടി വന്നത്. അവനെ വേഗം പിടിക്ക്. കൂട്ടാളികളെ, അറ്റാക്ക് ചെയ്യൂ. ശത്രുക്കൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. തന്റെ ഓരോ കാര്യം. വേഗം വരൂ. 10 രൂപയുടെ ടിക്കറ്റ് 100, 10 രൂപയുടെ ടിക്കറ്റ് 100. വേഗം വരൂ. നമ്മളുടെ ബ്ലാക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയല്ല വന്നത്. പിന്നെന്തിനാ വന്നത്? നമ്മൾ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? അതൊക്കെ പറഞ്ഞു തരാം. ആദ്യം പൂച്ചയെ പോയി പിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇവൻ പോലീസിനോട് പറയും.
ഇനി പേടിക്കണ്ട, ആ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്നാ വാ ഇനി നമുക്കൊരു കൈ നോക്കാം. എന്റെ കൂട്ടുകാരെത്തിക്കഴിഞ്ഞു. അതെയോ, അത് നല്ല കാര്യം തന്നെയാ. എങ്കിൽ നമുക്ക് ഇടി അങ്ങോട്ട് തുടങ്ങിയാലോ? ദാ തുടങ്ങിക്കഴിഞ്ഞു. ആയുധം താഴെയിടൂ, ആയുധം താഴെയിടൂ. ഇവിടെ 4 വശത്തും പോലീസ് ടീം വളഞ്ഞിരിക്കുകയാണ്. എടോ, താൻ പോലീസ് ഇൻസ്പെക്ടർ അല്ല, താനൊരു സ്മഗ്ലറാണ്. അതെ, അവള് പറഞ്ഞത് ശരിയാണ്. ഇൻസ്പെക്ടർ ഞാനാണ്. അയ്യോ, അങ്ങൊരു ഡോണാണ്. ഓഹോ, അപ്പോ ഡയമണ്ട് എന്റെ കയ്യിലാണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. എല്ലാവരും വേഗം പിടിക്ക. ആരാണ് ഇവരൊക്കെ? ഞാൻ ഡോണാണ്, അതുകൊണ്ട് ഡയമണ്ട് എന്റെ കൈവശമാണ് ഉള്ളത്. ഞാൻ സ്മഗ്ലറാണ്. ഞാനാണ് ഈ ഡയമണ്ട് ഇയാൾക്ക് കൊടുത്തത്. ഓർമ്മ കിട്ടാൻ ആവശ്യമുള്ള സമയത്ത് എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും. ഞങ്ങൾ ഹണിയെ രക്ഷിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇപ്പോൾ 2 ഗ്യാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ പിടികൂടി. സബാഷ് കുട്ടികളെ, ഇവരിവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ ആകാശത്ത് പറക്കുമ്പോ അറിയാതെ ഇവിടെ വീണുപോയതാണ്. കാരണം ഞാൻ മിസൈലിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നല്ലോ. ഇവന്റെ മണ്ടത്തരം കാരണം എപ്പോഴും ഏതെങ്കിലും നന്മകൾ മാത്രമേ നടക്കുകയുള്ളൂ. സംശയമുണ്ടോ?